രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് അധികം തുക നൽകേണ്ടി വരുന്നത് ഇവയ്ക്കാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഭൂമിയുടെ നികുതി എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ള ഭൂമിക്ക് കരം അടയ്ക്കുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ അടയ്ക്കുന്ന കരം, അതായത് ഭൂനികുതി, അതിൽ 50% വർധനവാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. നിലവിൽ എത്ര രൂപയാണോ കരമായി അടയ്ക്കുന്നത് അതിനേക്കാൾ അതിന്റെ പകുതി കൂടി ഇനി മുതൽ അധികമായി അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് പറയാം. മറ്റൊന്ന് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കോടതി ഫീസ് അത് 2 പതിറ്റാണ്ടിന് ശേഷം ആണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അധിക ചെലവ് വരാൻ പോകുന്നു. മറ്റൊരു കാര്യം പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, അതായത് 15 വർഷത്തിന് ശേഷം, നമുക്കറിയാം 15 വർഷം കഴിയുമ്പോൾ റീ രജിസ്ട്രേഷൻ നടത്തേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട്. 15 വർഷമോ അതിൽ കൂടുതലോ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന നികുതി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 2 വീലറുകൾ ആകട്ടെ, മുച്ചക്ര വാഹനങ്ങൾ ആകട്ടെ, കാറുകൾ ആകട്ടെ, അതായത് സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതിൽ മുച്ചക്രം എന്നത് ഓട്ടോറിക്ഷയാണ്. അത് സാധാരണ നിലയിൽ ടാക്സി ആയിട്ടാണ് അധികവും ഓടാറുള്ളത്. അതെന്തുമായിക്കൊള്ളട്ടെ, 15 വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഇനി നൽകേണ്ട നികുതി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നൽകുന്ന തുകയിൽ നിന്ന് അധികമായി നൽകേണ്ടി വരുന്ന തുക എന്നത് പ്രാഥമികമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി എന്നിവർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നിലവിൽ ഈ ക്ഷേമ പെൻഷൻ ഒരു പക്ഷേ വർദ്ധിപ്പിച്ചേക്കാം, പ്രത്യേകിച്ച് ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടം ആയതുകൊണ്ട് വർദ്ധിപ്പിച്ചേക്കാമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ധനമന്ത്രി തന്നെ നേരത്തെ ന്യൂസ് 18 പ്രതികരിച്ചത് വർദ്ധിപ്പിക്കുക എന്നതല്ല, നിലവിൽ നൽകുന്ന തുക അത് കൃത്യമായി നൽകുക എന്നതിനാണ് പരിഗണന എന്നാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അടക്കം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ട്. നിരവധി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ പല മേഖലയിലും നടപ്പിലാക്കും എന്ന് സർക്കാർ പറയുന്നുമുണ്ട്. ആ നിലയിൽ ഈ ബജറ്റിനെ ഒരു ദിശാബോധമുള്ള ബജറ്റ് എന്ന നിലയിൽ വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ബജറ്റിനെ ദിശാബോധം ഇല്ല എന്ന് മാത്രമല്ല, ഈ ധനമന്ത്രി അവതരിപ്പിച്ച 4 ബജറ്റുകളിൽ ഈ അവസാനത്തേതാണ്, 5 ബജറ്റുകളിൽ ഈ അവസാനത്തെ ബജറ്റാണ് ഏറ്റവും മോശം എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ ബജറ്റിന് പാസ് മാർക്ക് പോലും കൊടുക്കുകയില്ല. ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും വെറും 366 കോടി രൂപയുടെ അധിക വിഭവസമാഹരണമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുതന്നെ ഇനിയിപ്പോൾ പലതും പിൻവലിക്കേണ്ടി വരുമോ എന്നുള്ളത് കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഏകദേശം 1500 കോടിയോളം രൂപയുടെ അധിക വിഭവ സമാഹരണ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇത് പുറകോട്ട് പോയിരിക്കുകയാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി കൂടുന്തോറും തെറ്റായ നയങ്ങൾ, കാര്യക്ഷമമല്ലാത്ത ബജറ്റ് തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ തന്നെ കാര്യമെടുക്കാം. ഈ ക്ഷേമ പെൻഷനുകൾ 2021 1600 ആയിട്ട് നിശ്ചയിച്ചതാണ്. ഓരോ വർഷവും 5% പണപ്പെരുപ്പം ഉണ്ടാകുന്നു, മൂല്യശോഷണം ഉണ്ടാകുന്നു എന്ന് കരുതിയാൽ ആ ക്ഷേമ പെൻഷൻ്റെ ഇന്നത്തെ മൂല്യം, അതായത് ഞാൻ പറയുന്നത് ഈ 2025 ജനുവരിയിലെ മൂല്യം 1303 രൂപ മാത്രമാണ്. അപ്പോൾ ആ പണം കൊടുക്കുന്നതിന് വേണ്ടി, അതൊന്ന് 100 രൂപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ധനമന്ത്രിയുടെ കയ്യിൽ യാതൊരുവിധ നിർദ്ദേശങ്ങളുമില്ല. ആ തുക വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ, അത് ഉടനെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ വിപണിയിൽ പണമെത്തുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾ
അവരുടെ ഉപഭോഗ സാധനങ്ങൾ വാങ്ങുന്ന പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ, സ്റ്റേഷനറി കടകൾ, മെഡിക്കൽ ഷോപ്പ്, ഇവിടെയൊന്നും കച്ചവടമില്ല. നേരെ മറിച്ച് നമ്മുടെ സമ്പന്ന മധ്യവർഗ വിഭാഗങ്ങൾ അവരുടെ ഉപഭോഗ സാധനങ്ങൾ വാങ്ങുന്ന ആ മാളുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെയൊക്കെ കച്ചവടം പൊടിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അസമത്വം അത്ര വേഗം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി, വിപണിയെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ ഈ 1600 രൂപ എന്നുള്ളത് 1800 ആയിട്ട് ഒരു 200 രൂപ പോട്ടെ, 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അത് വിപണിയിൽ കണ്ടേനെ. അതിന് പറയുന്നത് എന്താണ്? ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നാണ് പറയുന്നത്. അതായത് 3 ഗഡു കുടിശ്ശികയാണ്, അത് എന്ന് കൊടുക്കുമെന്ന് പറയുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ മധ്യവർഗവും സമ്പന്നരും, നമ്മുടെ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും, സത്യത്തിൽ ഒരു ഭാവന സമ്പന്നനായ ഒരു ധനകാര്യമന്ത്രി ചെയ്യേണ്ടത് താൽക്കാലികമായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക മരവിപ്പിക്കുകയാണ്. അതിന് തത്തുല്യമായി സാധാരണക്കാരുടെ പെൻഷൻ 200 രൂപ വീതം വർദ്ധിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവിടെയാണല്ലോ ഈ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ ബജറ്റിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് അമേരിക്കയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. അതായത് പനാമ കടലിടുക്ക് ഞങ്ങളുടേതാണ്, ഗാസ ഞങ്ങൾ ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഓരോ ബജറ്റിനും ഒരു രാഷ്ട്രീയമുണ്ട് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പിണക്കിയാൽ അത് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നൊരു രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത്? അതെ, ഞാനൊരു കാര്യം പറയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിണക്കിയാൽ കുഴപ്പം വരും. നേരെ മറിച്ച് സാധാരണ ജനങ്ങളെ 66 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻകാരെ പിണക്കിയാൽ ഒരു കുഴപ്പവും വരികയില്ലെന്നാണോ ഈ ധനമന്ത്രി വിചാരിച്ചിരിക്കുന്നത്? അല്ല, അവിടെ പിണക്കുന്ന ഒരു സാഹചര്യമില്ലല്ലോ. അതായത് വർദ്ധിപ്പിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പ്രത്യക്ഷമായി നോക്കുമ്പോൾ നികുതി ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ തുടർച്ചയായി പറയുന്നുമുണ്ടല്ലോ. ഇല്ല, വർദ്ധിപ്പിച്ചില്ല എന്നല്ല, അത് കുറഞ്ഞിരിക്കുകയാണ് സുഹൃത്തെ, ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 1600 രൂപയുടെ ഇന്നത്തെ മൂല്യം 1303 രൂപയാണ്. അവിടെ DA ഇല്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA കൊടുക്കുമ്പോൾ, എന്നാൽ ഇവർക്ക് ഈ DAക്ക് പകരമായിട്ട് 100 രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാമെന്ന് ചിന്തിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത്. പിന്നെ മറ്റൊന്ന്, ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പദ്ധതികളൊക്കെ വെറും കടലാസ് പുലികളാണ്. ഇവയൊക്കെ കടലാസിൽ അവസാനിക്കുകയുള്ളൂ. പല പദ്ധതിക്കും അലോക്കേഷൻസ് ഇല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി വികസിപ്പിക്കും എന്ന് പറയുന്നു. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എത്ര കോടി രൂപ മാറ്റിവെച്ചെന്ന് പറയുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പദ്ധതികൾക്കും പദ്ധതി പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇവയൊക്കെ ഒരു അഭിലാഷ പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം. ധനമന്ത്രിയുടെ ഒരു അഭിലാഷ പട്ടിക. ഒരു ബജറ്റ് അങ്ങനെയാകാൻ പാടില്ല. ബജറ്റ് കൃത്യമായി ഒരു വർഷം എത്രമാത്രം വിഭവങ്ങൾ സമാഹരിക്കാൻ പോകുന്നു, അത് ഏതെല്ലാം മേഖലകളിലാണ് വിന്യസിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശാസ്ത്രീയ ഡോക്യുമെന്റാണ്. അപ്പോൾ ബജറ്റ് വന്ന് വെറും ഒരു അബദ്ധ പഞ്ചാംഗമായി മാറുന്ന സാഹചര്യമാണിത്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനിയുള്ള മാസങ്ങളിൽ ബജറ്റ് നടപ്പിലാക്കുമ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല മേഖലകളിൽ നിന്നും വരും. അപ്പോൾ സമ്മർദ്ദത്തിൽ അത് വോട്ട് ബാങ്കിനെ അനുസരിച്ച് തെരഞ്ഞെടുപ്പിനെ ഏതാണ് സഹായിക്കുന്നത് അവർക്ക് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും.